വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോഴിക്കോട് ബ്രാഞ്ചിനെതിരെ നിക്ഷേപകർ ഹൈക്കോടതിയിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പലിശ നൽകിയില്ലെന്നും നിക്ഷേപിച്ച പണം തിരികെ നൽകിയില്ല എന്നടക്കമുള്ള പരാതിയുമായാണ് നിക്ഷേപകർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. അനധികൃതമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ചിത്രം ലോഗോയിൽ പ്രദർശിപ്പിച്ച് ഏജൻസികൾ വഴി പരസ്യം നൽകിയായിരുന്നു ആളുകളെ വിശ്വാസത്തിലെടുത്തത്. നിക്ഷേപിക്കുന്ന പണം ഉപയോഗിച്ച് പാട്ടത്തിന് ഭൂമിയെടുത്ത് കൃഷി നടത്തുമെന്നും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം പലിശയായി നിക്ഷേപകർക്ക് നൽകുമെന്നുമായിരുന്നു വാഗ്ദാനം. കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണെന്ന് തെറ്റിദ്ധരിച്ച ഉയർന്ന പലിശ ലഭിക്കുമെന്ന് കണക്കുകൂട്ടിയ റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥർ, മിലിറ്ററി ജീവനക്കാർ തുടങ്ങി നിരവധി പേരാണ് ബാങ്കിൽ പണം നിക്ഷേപിച്ചത്. ആദ്യത്തെ 6 മാസം കൃത്യമായി പലിശ ലഭിച്ചു. തുടർന്ന് പലിശ തുക ലഭിക്കാത്തതിൽ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായത്. നിലവിൽ കോഴിക്കോട് മുതലക്കുളത്തുള്ള ബ്രാഞ്ച് ഓഫീസ് പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. കസബ പോലീസ് സ്റ്റേഷനിൽ മാത്രം നിരവധി പരാതികളെത്തി. കോഴിക്കോട് ഓഫീസ് ഫംഗ്ഷൻ ചെയ്തിരുന്നത് മലബാർ പാലസിലെ 3rd ഫ്ലോറിൽ. എൻ്റെത് ഒരു 8.5 ലക്ഷമാണ് നഷ്ടപ്പെട്ടത്. അത് എന്താ പറയുക, ഫെബ്രുവരി വരെ ഇൻട്രസ്റ്റ് കിട്ടി. അതിനുശേഷം പിന്നെ കിട്ടിയിട്ടില്ല. നമ്മളെപ്പോഴും നമ്മളെ ചേർത്ത ആളോട് അന്വേഷിക്കുമ്പോൾ അടുത്ത മാസം ശരിയാവും, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് ശരിയാവും എന്നാണ് പറയുന്നത്. ഞങ്ങൾ കമ്മീഷന് പോയിട്ടുണ്ട് സാറേ, FIR ഇട്ട്. പക്ഷേ അതിൻ്റെ ഞങ്ങൾക്ക് റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് 4 ലക്ഷം രൂപ 4 ലക്ഷം രൂപയാണ് ഞാൻ ഇട്ടത്. നിവേദനങ്ങൾ പലകൂടി സമർപ്പിച്ചും പോലീസിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകിയെങ്കിലും വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്ന് പരാതിയുണ്ട്. കെട്ടിടത്തിന്റെ വാടക കുടിശ്ശികയായതിനാൽ ഓഫീസ് പൂട്ടിക്കിടക്കുകയാണെന്നും തനിക്ക് സ്ഥാപനവുമായി ബന്ധമില്ലെന്നുമാണ് മുൻ മാനേജർ ബിലാത്തിക്കുളം സ്വദേശി മധുസൂദനൻ പറയുന്നത്. ഡയറക്ടർ സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. കോഴിക്കോട് നിന്നും പാലക്കാട് നിന്നുമായി 90-ലധികം പേരാണ് ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.